നമ്മൾ ഇതേപോലെ തേങ്ങയൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാനായിട്ട് തുടക്കക്കാർക്കുള്ള എളുപ്പ വഴിയാണിത്. നൂല് ഇതേപോലെ ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുണി എഴുതുന്ന കല്ലുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. കത്തിയോ കത്താളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഇത് വെച്ചിട്ട് ഒരൊറ്റ അടി അടിച്ചാൽ മതി. നല്ല റൗണ്ടിൽ തന്നെ പൊട്ടി കിട്ടും. അപ്പം കത്തിയൊക്കെ ഉപയോഗിച്ച് പൊട്ടിക്കാനൊക്കെ പാടുള്ളവർക്ക് ഇതേപോലെ ചെയ്താൽ മതി. കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് പൊട്ടിക്കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേ രീതിയിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എളുപ്പമായിരിക്കും. ഇതേപോലെ ചെയ്തെടുക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ പഴമൊക്കെ പെട്ടെന്ന് പഴുത്ത് കിട്ടണമെങ്കിൽ കണ്ടോ, ഇതിപ്പം ചെറിയ പച്ച കളർ കണ്ടോ, പച്ച കളറായിട്ടിരിക്കുന്നുണ്ടോ. അപ്പം ശരിക്കും പഴുത്തിട്ടില്ല ഇത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പഴുത്ത് കിട്ടണമെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാണ്. ഇതേപോലെ കട്ടിയുള്ള കവറുണ്ടല്ലോ, അതിനകത്തോട്ടാക്കിയിട്ട് നല്ല രീതിയിൽ ചുറ്റിയിട്ട് കബോർഡിനകത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ കബോർഡ് ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇരുന്ന് പഴുത്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ അലമാരിക്കകത്താണേലും മതി. നമുക്ക് പുറത്തോട്ട് ഒട്ടും എയർ പോവാതെ തന്നെ നമുക്കിത് നല്ല രീതിയിൽ പഴുത്ത് കിട്ടും. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രൂട്ട്സുകളൊക്കെ ചീത്തയാവാതിരിക്കാനായിട്ട് കാണിക്കുന്നൊരു ട്രിപ്പാണ്. അപ്പം കാണിക്കുന്ന ഒരു ടിപ്പാണ്, ഈ ബനാനയിൽ നമുക്ക് കുറച്ച് വാസലിൻ തേച്ച് കൊടുക്കാം. അതിൻ്റെ ചെവിട് ഭാഗത്തായിട്ട് കുറച്ച് വാസലിൻ നമുക്ക് തേച്ച് കൊടുക്കാവേ. അപ്പോൾ ഇതേപോലെ തേച്ച് കൊടുക്കുമ്പോഴത്തേനും പഴം പെട്ടെന്ന് കറുത്ത് പോകത്തില്ല, പെട്ടെന്ന് ചീത്തയായി പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ കൊണ്ടുവന്ന അതേ സമയം തന്നെ ഇതേപോലെ നാക്കിയിട്ട് ടേപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്തൊന്ന് ചുറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കുമേ. ടേപ്പ് ഉണ്ടെങ്കിൽ ആ ചെവിട് ഭാഗത്തൊരു സ്വല്പം ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. എന്നിട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറുത്ത് പോകാതെ പഴം ചീത്തയാകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആപ്പിളാണേലും മൊസമ്പി ആണേലും നമുക്ക് കഴുകി വൃത്തിയാക്കിയ ആപ്പിള് മൊസമ്പിയൊക്കെ നമ്മൾ അതിൻ്റെ വെള്ളം എല്ലാം ഇതേപോലെ ഒന്ന് ഒപ്പിയെടുക്കുക. ടവൽ വെച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് വല്ലതും ഇതേപോലെ ഒന്ന് ഒപ്പിയെടുത്തതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ, ടിഷ്യൂ പേപ്പറിനകത്തായിട്ട് പൊതിഞ്ഞ് വെക്കുക. അപ്പോൾ അതിന് ആ ഈർപ്പമൊക്കെ അത് വലിച്ചു പിടിച്ചോളും. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം ചീത്തയാവാതിരിക്കും കേട്ടോ. പൊട്ടും കളർ വ്യത്യാസമോ ഒന്നും ഇല്ലാതെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ നമ്മളെ ഫ്രൂട്ട്സ് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഉണ്ടോ, ഇതിനകത്ത് വെള്ളമെല്ലാം പിടിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നും പൊതിഞ്ഞ് ഇതേപോലെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ഒട്ടും ഇതൊന്നും ചീത്തയായി പോകത്തില്ല. ഇതേപോലെ തന്നെ നമുക്ക് ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും ഇതേപോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഫ്രൂട്ട്സുകളൊക്കെ ഇതേ രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക.